ഞങ്ങൾക്ക് നീതി കിട്ടണം. ഈ കുഞ്ഞിന്റെ ജീവൻ എടുത്തവർക്കെതിരെ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ സങ്കടവും ദുഃഖവും അറിയിക്കുന്നതിനോടൊപ്പം ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുക. അനു, സൂപ്രണ്ട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല മാഡം. ശസ്ത്രക്രിയക്കുള്ള കിറ്റ് വാങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞു പറയുന്നു. ആ സമയത്ത് പക്ഷെ അത് വാങ്ങാനുള്ള പണം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ അത് എവിടെ നിന്നൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നപ്പോ കുട്ടി മരിച്ചു. അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അതിദരിദ്രർക്ക് സൗജന്യ ചികിത്സ നൽകുമെന്ന് ഈ സർക്കാർ പറഞ്ഞിട്ടുള്ളതാ. ആദിവാസി കുടുംബമാണ്. അവർക്ക് സൗജന്യ മരുന്നിന് അർഹതയും ഉണ്ട്. ഇത് കാര്യങ്ങൾ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. സൂപ്രണ്ടിനെ വിളിക്കുക. സാർ, പണമുള്ളവന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. മന്ത്രിമാർക്കും മന്ത്രിമാരുടെ കുടുംബങ്ങൾക്കും കേരള മക്കളുടെ ചെലവിൽ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി വിദഗ്ധ ചികിത്സകൾ നടത്താം. പാവം പിടിച്ച ദരിദ്രർക്ക് മാത്രം ഇവിടെ ചികിത്സയില്ല. ഇവിടെ രോഗികളായി വരുന്നവർ രോഗം മാറാൻ വേണ്ടി കെട്ടുതാലി വരെ പണയപ്പെടുത്തേണ്ട അവസ്ഥയിലാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ മൊട്ടുകമ്മൽ വരെ ഊരി വാങ്ങി പണം കൊടുക്കുന്ന ഏജന്റുമാർ ഈ ഹോസ്പിറ്റൽ പരിസരങ്ങളിൽ ഉണ്ടെന്ന് പറയുമ്പോ ഇവിടത്തെ കൊള്ളയുടെ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ വയറിനകത്തെ മുഴ മുറിച്ചു മാറ്റാനായി ആരെയൊക്കെയാണ് കാണേണ്ടത്? ഇവിടെ ആർക്കൊക്കെയാണ് പണം കൊടുക്കേണ്ടത്? നാടും വീടും ഉപേക്ഷിച്ച് ഈ കുഞ്ഞിന്റെ വേദന മാറ്റാനായി ഈ സ്ത്രീയും കുഞ്ഞും ഈ ഹോസ്പിറ്റൽ വരാന്തയിൽ കേറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കിടക്കാൻ ബെഡുണ്ടോ? സൗകര്യങ്ങളുണ്ടോ? എന്നിട്ടും ഇവരുടെ കരുണയും പ്രതീക്ഷിച്ച് അവരിവിടെ കാത്തുകെട്ടി കിടക്കുകയായിരുന്നില്ലേ? എന്തിനു വേണ്ടി? ഇങ്ങനെ ഒരു കെട്ട് മാംസകഷ്ണമായി തുണിയിൽ കെട്ടി ഇവിടെ ഇങ്ങനെ കിടത്താനോ? ഇതിന് അധികാരികൾ സമാധാനം പറഞ്ഞേ പറ്റൂ. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഈ ബോഡിയും എടുക്കില്ല. തല്ലി ഓടിക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെ ഞങ്ങൾ തലതല്ലി മരിക്കും. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പോഴും ഇവിടെ സാധാരണക്കാരന്റെ ന്യായമായ അവകാശങ്ങൾക്ക് നിങ്ങള് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവിതം. ഒരിക്കൽ കൂടി പറയുന്നു, ഈ കുഞ്ഞിനും ഞങ്ങൾക്കും നീതി കിട്ടണം. ഇല്ലെങ്കിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവിതം ഇവിടെ തകർന്നു വീഴും. മാഡം, ഇതാ സൂപ്രണ്ട്. ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നതാണോ? നിങ്ങളുടെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. പറയൂ, എന്താണ് അടുത്ത നടപടി? എന്ത് ഡിസിഷനാണ് നിങ്ങൾ ഇതിൽ എടുക്കാൻ പോകുന്നത്? ഓപ്പറേഷൻ നടത്തേണ്ടത് ഡോക്ടർ തോമസ് കുര്യനാണ്. എന്താണ് അദ്ദേഹം ഓപ്പറേഷൻ വൈകിച്ചത് എന്നതിന്റെ സത്യാവസ്ഥ അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റൂ. ഡോക്ടർ തോമസ് കുര്യൻ ഇവിടെ ഇല്ലേ? ഡോക്ടറെ വിളിക്കുക. ഓക്കെ സാർ. ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്തിട്ട് അയാൾ ഇതിനകത്ത് എന്ത് മലമറിക്കുന്ന പണിയെടുക്കുക? ഇനി ആരെ കൊല്ലാനുള്ള പരിപാടിയാ? ഡോക്ടർ എന്താ പറഞ്ഞ സമയത്ത് ആ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടത്താതിരുന്നത്? മാഡം, ശസ്ത്രക്രിയയ്ക്കുള്ള കിറ്റ് വാങ്ങിക്കുവാൻ ഞാൻ ആ സ്ത്രീയോട് പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. ഇന്ന് വാങ്ങിക്കാം, നാളെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ദിവസങ്ങൾ നീളുന്നതല്ലാതെ അത് വാങ്ങിക്കുന്ന ഒരു ലക്ഷണവും ഞാൻ കണ്ടില്ല. 32,000 രൂപ എന്റെ കയ്യിൽ നിന്നെടുത്ത് അവരെ ചികിത്സിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അവരൊരു പാവപ്പെട്ട സ്ത്രീയല്ലേ? അവർക്കും അവരുടെ കുട്ടിക്കും ഇവിടെ സൗജന്യ ചികിത്സ കൊടുക്കേണ്ടതല്ലേ? മാഡം, അതൊക്കെ രാഷ്ട്രീയക്കാരുടെ പ്രകടന പത്രികയിൽ വായിക്കാൻ രസമാ. കേൾക്കുമ്പോൾ അണികൾക്ക് ആവേശവും ഉണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ ബലിയാടാകുന്നത് ഞങ്ങളെപ്പോലുള്ളവരാ. ഞങ്ങൾ രോഗികളോട് ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചു തരണമെന്ന് പറയുന്നത് ഇവിടെ അതില്ലാത്തതുകൊണ്ടാ. ഏത് തൊഴിലിനും എക്യുപ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല മാഡം. അപ്പൊ ഈ കുഞ്ഞു മരിച്ചതിന് ഡോക്ടർക്ക് ഒരു പങ്കും ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഇത്
ഇത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഈ സിസ്റ്റത്തിന്റെ കീഴിൽ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യാനാണെങ്കിൽ ഇനിയും മരണങ്ങൾ ഉണ്ടാവും. അത് ഡോക്ടറുടെ മാത്രം വീഴ്ചയാണെന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. എന്നെ ബലിയാടാക്കി മുഖം രക്ഷിക്കാൻ ചിലപ്പോൾ മേഡത്തിന് കഴിഞ്ഞേക്കാം. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രീതികൾക്ക് ഒരിക്കലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. മാഡം, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഈ കുഞ്ഞിന്റെ ജീവൻ എടുത്തവർക്കെതിരെ ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വികാരം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ സങ്കടവും ദുഃഖവും അറിയിക്കുന്നതിനോടൊപ്പം ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുക. ആരോപണ വിധേയനായ ഡോക്ടർ തോമസ് കുര്യനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള കള്ളക്കളികൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് സമാധാനപരമായി നിങ്ങളിപ്പോ പിരിഞ്ഞു പോണം. ശാലിനി മാഡത്തെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. മാഡം പറഞ്ഞാൽ പറഞ്ഞ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ നടക്കുന്നത് മുഴുവൻ പണം ഉണ്ടാക്കാനുള്ള കള്ളക്കളികളാണ്. അതിന് ഒരുപാട് പേരിവിടെ ചരട് വലിക്കുന്നുണ്ട്. അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് ഞങ്ങളുടെ കളക്ടർ മാഡത്തെ കൊണ്ട് കഴിയും. ഞാൻ ഉറപ്പു തരുന്നു, ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെ കൈകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. എത്രയും പെട്ടെന്ന് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എനിക്ക് റിപ്പോർട്ട് തരണം. ഓക്കെ മാഡം. കാശ് മുടക്കി അങ്ങനെയുള്ള ഉപകരണങ്ങൾ വാങ്ങി വെച്ചേക്കുന്നതേ കാശുണ്ടാക്കാൻ തന്നെയാ. അതിനൊന്നും മാർഗമില്ലാത്തവർ ഇതുപോലുള്ള ഹോസ്പിറ്റലിലേക്കൊന്നും വരരുത്. അത് ശാരികയുടെ ബില്ലടയ്ക്കാൻ പറഞ്ഞിരുന്നു. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബില്ലടച്ചതാണല്ലോ. ബില്ലടച്ചെന്നോ? ആരടച്ചെന്നേ പറയുന്നത്? ആരാണ് അടച്ചതെന്നൊന്നും അറിയില്ല. 5 മിനിറ്റ് മുമ്പ് അടച്ചത്. അതിപ്പോ ആരായിരിക്കും? അല്ല, ഒരു സ്ത്രീയാണോ വന്നടച്ചത്? അല്ല, ഒരാണ്. അയാൾ കുറച്ചു മുമ്പ് വരെ അവിടെ ഫോൺ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നാലും അത് ആരായിരിക്കും?